കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഈ അധ്യാത്മരാമായണത്തിലത്തെ ആരണ്യകാണ്ഡത്തിലത്തെ 3-ാം സർഗത്തിലത്തെ കഴിയാറായി എന്ന് പറഞ്ഞു അല്ലേ. അഗസ്ത്യസ്തുതി 43 കൂടി വായിച്ചു. ഈ അഗസ്ത്യസ്തുതി അധികം ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ അധ്യായവും കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതിലത്തെ എന്താ പറയുക, എഴുത്തച്ഛൻ്റെയും കൂടിയും അഗസ്ത്യസ്തുതി വായിക്കാം. അത്ര നല്ല ഒരു ഭഗവത് തത്വമാണല്ലോ പറയണത്. അപ്പോൾ നമുക്കൊന്നും കൂടി അത് ഉള്ളിൽ പോകാൻ സഹായിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ, അതായത് ഭഗവാന്റെ തത്വം തന്നെ പറയല്ലേ അഗസ്ത്യമുനി ചെയ്ത സൃഷ്ടിയൊക്കെ ആദ്യം തൊട്ട് എല്ലാം ഭഗവാനാണെന്ന്. അത് നമുക്ക് അതിലും വായിക്കാം ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ. അപ്പം 44 അദ്യമേ കൃതവ സർവേ ബഭൂവു സഫലാഃ പ്രഭോ ദീർഘകാലം മയാ തപ്തമനന്യമതിനാ തപ തസ്യേഹ തപസോ രാമ ഫലം തവ യദർച്ചനം. പ്രഭോ, ഹേ സർവേശ്വര, അദ്യമേ സർവേ ക്രതവഃ, ഇപ്പോൾ എൻ്റെ എല്ലാ യാഗകർമ്മങ്ങളും സഫലാഃ ബഭൂവു, ഞാൻ ചെയ്ത എല്ലാ യാഗങ്ങളും ഇപ്പം ഇന്ന് സഫലായി അങ്ങേ കണ്ടതോടെ. അനന്യമതിനാമായ അന്യചിന്തയോടു കൂടാതിരുന്ന, അതായത് ഞാൻ അങ്ങേ തന്നെ അനന്യചിന്തയോടുകൂടി ഇരിക്കുകയായിരുന്നു. ദീർഘകാലം തപഃ തപ്തം, ഞാൻ വളരെ കാലം തപസാചരിക്കപ്പെട്ടു. രാമ ഇഹ തവ അർച്ചനം യദ്, ഹേ രാമ, ഇവിടെ അങ്ങയുടെ പൂജ ഏതൊന്നോ തസ്യ തപസഃ ഫലം, ആ തപസ്സിൻ്റെ ഫലമാകുന്നു. എന്താ പറഞ്ഞാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ, ഞാൻ ചെയ്തിട്ടുള്ള സകല പുണ്യകർമ്മങ്ങളും ഇന്ന് എനിക്ക് സഫലമായ പോലെ തോന്നുന്നുണ്ട്. കാരണം വളരെ കാലം ഞാൻ ഏകാഗ്ര മനസ്സോടുകൂടി ചെയ്ത തപസ്സിൻ്റെയും ഫലം ഇപ്പം എനിക്ക് അനുഭവമായി. അതിൻ്റെ എല്ലാം ഫലം കൊണ്ടാണിതാ ഇന്ന് എനിക്ക് ഇവിടെ വെച്ച് അങ്ങയെ പ്രത്യക്ഷമായിട്ട് പൂജിക്കാൻ സാധിച്ചു. ഇതുവരെയൊക്കെ മനസ്സിലല്ലേ, ഇന്ന് എനിക്ക് ഇതുവരെ ഞാൻ മനസ്സിൽ ചെയ്തിരുന്ന ആ പൂജ അപ്രത്യക്ഷമായിട്ട് എനിക്ക് അങ്ങക്ക് ചെയ്യാൻ സാധിച്ചു. എൻ്റെ എല്ലാ പുണ്യങ്ങളുടെയും ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്യമേ കൃതവ സർവേ ബഭൂവു സഫലാഃ പ്രഭോ ദീർഘകാലം മയാ തപ്തമനന്യമതിനാ തപഃ തസ്യേഹ തപസോ രാമ ഫലം തവ യദർച്ചനം. ഇനി 45 സദാ മേ സീതയാ സാർദ്ധം ഹൃദയേ വസ രാഘവ ഗച്ഛതസ്തിഷ്ഠതോ വാപി സ്മൃതി സ്യാന്മേ സദാ ത്വയി. എന്താ പ്രാർത്ഥിക്കണം അറിയോ? രാഘവ, ഹേ രാഘവ, സീതയാ സാർത്ഥം, സീതാസഹിതനായിട്ട് എൻ്റെ ഹൃദയത്തിൽ സദാമേ ഹൃദയേ വസാന്ന്, സീതാസമേതനായിട്ട് എൻ്റെ ഹൃദയത്തിൽ സദാ വസിച്ചാലും. ഗച്ഛത തിഷ്ഠത വാ അഭിമേ, ഞാൻ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ത്വയി നിന്തിരുവടിയിൽ സദാ സ്മൃതി സ്യാത്, എനിക്ക് എപ്പോഴും അങ്ങയെ സ്മരിക്കാൻ സാധിക്കണം. എന്താ പറഞ്ഞു വെച്ചാൽ, ഹേ രഘുപതേ, സീതാസഹിതനായിട്ട് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എപ്പോഴും ഉണ്ടാവണേ. ഒരു ഇതിൽ ഇരിക്കുകയെ ചെയ്യുന്ന എനിക്ക് എപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ പറയാം. അപ്പം നടക്കേ ഇരിക്കുന്നേ പറഞ്ഞുള്ളൂ. നടക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ സ്മരണ ഉണ്ടാവണേ, അതിനനുഗ്രഹിക്കണേന്ന്. സദാമേ സീതയാ സാർദ്ധം ഹൃദയേ വസരാഘവ ഗച്ഛതസ്തിഷ്ഠതോ വാപി സ്മൃതി സ്യാന്മേ സദാ ത്വയി. ഇനി 46-47 ഇതി സ്തുത്വാ രമാനാഥമഗസ്ത്യോ മുനിസത്തമ ദദൗ ചാപം മഹേന്ദ്രേണ രാമാർത്ഥേ സ്ഥാപിതം പുരാ അക്ഷയ്യൗ ബാണതൂണീരൗ ഖൽഗോരത്നവിഭൂഷിത ജഹി രാഘവ ഭൂഭാരഭൂതം രാക്ഷസമണ്ഡലം യദർത്ഥമവതീർണോസി മായയാ മനുജാകൃതി. രമാനാഥം ഇതി സ്തുത്വ, അതായത് രമാനാഥനെ ലക്ഷ്മീകാന്തനെ ഇപ്രകാരം സ്തുതിച്ചിട്ട് മുനിസത്തമഃ അഗസ്ത്യ, മുനിമാരിൽ ഏറ്റവും ഉത്തമനായ അഗസ്ത്യ മഹർഷി മഹേന്ദ്രേണ രാമാർത്ഥേ പുരാ സ്ഥാപിതം ചാപം, അതായത് മഹേന്ദ്രനാൽ രാമനായിക്കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ആ ബാണത്തെയും അക്ഷയോ ബാണതൂണീരോ, അതായത് എത്ര എടുത്താലും ഒഴിയാത്ത അവനാഴിയും
ഒഴിയാത്ത ബാണങ്ങൾ അടങ്ങുന്ന ആവനാഴിയും രത്നവിഭൂഷിത ഖൽഗ രത്നം പതിച്ച ഖൽഗവും ദദൗ ദാനം ചെയ്തു രാഘവ. ഹേ രാമ, ഭൂഭാരഭൂതം രാക്ഷസമണ്ഡലം, ഭൂമിക്ക് ഭാരമായിട്ട് തീർന്നിരിക്കുന്ന രാക്ഷസന്മാരെ ജഹി കൊന്നാലും യഥർത്ഥം അതിനുവേണ്ടി മായയാ മനുജാകൃതി അവതീർണം, അങ്ങ് മായാമാനുഷനായി ജനിച്ചതാണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു മുനി. അതായത് അഗസ്ത്യര് ഇങ്ങനെ ശ്രീരാമനെ സ്തുതിച്ചതിന് ശേഷം രാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ പണ്ട് അവിടെ കൊടുത്തിരുന്ന ഇന്ദ്രൻ രാമന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിരുന്ന ആ വില്ലും പിന്നെ എന്താ പറയുക, എത്ര എടുത്താലും തീരാത്ത ഒരു 2 ആവനാഴികളും കൊടുത്തു. എത്ര അമ്പെടുത്താലും അതിൽ അമ്പ് കഴിയില്ല, അങ്ങനെയുള്ളത്. അതായത് ഒരിക്കലും ക്ഷയിക്കാത്ത ബാണങ്ങൾ അടങ്ങിയിട്ടുള്ള 2 ആവനാഴികളും ഇന്ദ്രൻ പണ്ട് കൊടുത്ത വില്ലും, വളരെ വിശേഷപ്പെട്ട വില്ലും, എത്ര എടുത്താലും ഒഴിയാത്ത 2 ആവനാഴികളും രത്നം പതിച്ചൊരു വാളും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഭൂമിക്ക് ആയിട്ട് ഇരിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ അങ്ങ് വധിക്കണം. അതിനായിട്ടാണല്ലോ അങ്ങിപ്പോൾ മായാമാനുഷനായിട്ട് ജനിച്ചിരിക്കുന്നത്, അത് അങ്ങ് ചെയ്യണം എന്ന് പറയാണ്. ഇതി സ്തുത്വ, ഇതോടെ സ്തുതി കഴിഞ്ഞു കേട്ടോ. ഇതി സ്തുത്വ രമാനാഥനാണ് കേട്ടോ. ഇതി സ്തുത്വ രമാനാഥമഗസ്ത്യോ മുനി സത്തമ ദദൗ ചാപം മഹേന്ദ്രേണ രാമാർത്ഥേ സ്ഥാപിതം പുരാ അക്ഷയ്യൗ ബാണതൂണീരൗ ഖൽഗോ രത്നവിഭൂഷിത ജഹി രാഘവ ഭൂഭാരഭൂതം രാക്ഷസമണ്ഡലം യഥർത്ഥമവതീർണോസീ മായയാ മനുജാകൃതി. 48. ഇതോ യോജനയുഗ്മേ തു പുണ്യകാനനമണ്ഡിതം അസ്തി പഞ്ചവടീ നാംന അശ്രമോ ഗൗതമീതടേ നേതവ്യസ്തത്ര തേ കാല ശേഷോ രഘുകുലോദ്വഹ. ഇതഃ യോജനയുഗ്മേ തു, ഇവിടെ നിന്ന് 2 യോജന അകലെ പുണ്യകാനനമണ്ഡിത, പുണ്യവനം കൊണ്ട് ചുറ്റപ്പെട്ട പഞ്ചവടി എന്നു പേരുള്ള പഞ്ചവടി നാംന, പഞ്ചവടി എന്നു പേരുള്ള ആശ്രമം ഗൗതമീ തടേ അസ്തി, ഗോദാവരി തീരത്തിൽ ഉണ്ട്. ഗൗതമി തീരം ഗോദാവരിയാണ്. രഘുകുലോദ്വഹ, ഹേ രഘുകുല ശ്രേഷ്ഠ, തേ ശേഷകാല, അങ്ങയുടെ ബാക്കിയുള്ള ഈ വനവാസകാലം അത്ര നേതവ്യ, അവിടെ അങ്ങ് കഴിച്ചു കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. എന്താ അറിയോ, എന്നിട്ട് പറഞ്ഞു, ഇപ്പം കഴിഞ്ഞു, അഗസ്ത്യൻ്റെ അവിടെ നിന്ന് പോവുകയാണല്ലോ, അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് 2 യോജന പോയാൽ ഗോദാവരി തീരത്ത് പുണ്യവനം കൊണ്ട് അലങ്കരിക്കപ്പെട്ട പഞ്ചവടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആശ്രമമുണ്ട്. ആ ഹേ രഘുശ്രേഷ്ഠ, അങ്ങയുടെ ബാക്കിയുള്ള വനവാസകാലം അവിടെ കഴിച്ചു കൂട്ടിക്കോളൂ. അതായത് അവിടെ ഒരു ആശ്രമമുണ്ട് പഞ്ചവടിയിൽ. പിന്നെ നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഇവിടുന്ന് 2 നാഴികയുള്ളൂ ഗോദാവരി നദീ തീരത്താണ്. അപ്പോൾ ജലമുണ്ടല്ലോ, അപ്പോൾ നദിയുണ്ട്, കാടുമുണ്ട്, ആശ്രമമുണ്ട്. അപ്പോൾ കൊണ്ട് പിന്നെ നല്ല ഭംഗിയുണ്ട് അവിടെ താമസിച്ചിട്ട്. ഇനി ബാക്കിയുള്ള രാക്ഷസവധത്തിന് ആണല്ലോ പിന്നെ അതിനൊരു ഇത് വേണമല്ലോ, അവസരം വേണമല്ലോ, അതുവരെ അവിടെ വനവാസത്തിൻ്റെ കാലം അങ്ങ് അവിടെ കഴിച്ചുകൂട്ടിക്കോളൂ പറഞ്ഞു. ഇതോ യോജനയുഗ്മേതു പുണ്യകാനനമണ്ഡിത അസ്തി പഞ്ചവടീ നാംന ആശ്രമോ ഗൗതമീ തടേ നേതവ്യസ്തത്ര തേ കാലശേഷോ രഘുകുലോദ്വഹ. 49 ഒരു വരിയുള്ളൂ. തത്രൈവ ബഹുകാര്യാണി ദേവാനാം കുരു സത്പദേ, ഹേ സത്തുക്കളെ രക്ഷിക്കുന്നവനെ, ദേവാനാം ബഹുകാര്യാണി, ദേവന്മാരുടെ കാര്യങ്ങളെ തത്രൈവ കുരു, അവിടെ തന്നെ ചെയ്താലും. ദേവകാര്യം എന്താ? ഈ ഭൂഭാരം തീർക്കുക, ഈ ദുഷ്ടന്മാരെ വധിക്കുക, അത് അങ്ങ് സാധിക്കുന്നു, അവിടെ താമസിച്ചിട്ട് സാധിച്ചോളൂ. തത്രൈവ ബഹുകാര്യാണി ദേവാനാം കുരു സൽപ്പതേ, അതായത് ഹേ സാധുജന രക്ഷക, ദേവകാര്യങ്ങളെ മുഴുവൻ അങ്ങ് അവിടെ തന്നെ വെച്ച് നടത്തിയാലും ശത്രുക്കളെയൊക്കെ കൊന്നാലും. 50. ശ്രുത്വാ തദാഗസ്ത്യ സുഭാഷിതം വച സ്തോത്രം ച തത്വാർത്ഥ സമന്വിതം വിഭു മുനിം സമാഭാഷ്യമുദാന്വിതോ യയൗ പ്രദർശിതം മാർഗമശേഷവിദ്ധരി. അശേഷവിധി, എല്ലാം അറിയുന്നവനും വിഭു, നമ്മൾ പറഞ്ഞില്ലേ, വിഭു, എല്ലാറ്റിനും സമർത്ഥനുമായ ഹരി ശ്രീരാമൻ അഗസ്ത്യ സുഭാഷിതം വച, അഗസ്ത്യൻ്റെ ഈ വാക്കുകളെ
തത്വാർത്ഥ സമന്വിതം സ്തോത്രം ശ്രുത്വ, തത്വങ്ങളടങ്ങിയിരിക്കുന്ന ഈ സ്തുതി കേട്ട് മുനിം സമാഭാഷ്യ, മുനിയോടെ യാത്ര പറഞ്ഞ് മുദ അന്വിത, വളരെ സന്തോഷത്തോടു കൂടിയവനായിട്ട് പ്രദർശിതം മാർഗവും, ആ മുനി പറഞ്ഞ മാർഗത്തിൽ കൂടി യാത്ര ചെയ്തു. എന്താ പറഞ്ഞ, എല്ലാം അറിഞ്ഞും എല്ലാറ്റിനും സമർത്ഥനായവനും ആണെങ്കിലും എല്ലാം അറിയാം, ഇതൊക്കെ വെറും നാടകമല്ലേ. ശ്രീരാമന് ഭഗവാനിപ്പോൾ ഇത് നാടകം തന്നെയാണ്, വെറുതെ വേഷം കെട്ടി വന്ന് ശ്രീരാമൻ്റെ മനുഷ്യനായി വന്നിർക്കല്ലേ. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടും എല്ലാറ്റിനും സമർത്ഥനായിട്ടും ഇരിക്കണ ആളാണെങ്കിലും ഭൂഭാരം കുറയ്ക്കാനായിട്ട് മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ആ ശ്രീരാമൻ അഗസ്ത്യൻ പറഞ്ഞ ആ നല്ല സ്തുതിയും അതിലടങ്ങിയിട്ടുള്ള തത്വത്തെയും കേട്ട് വളരെ സന്തുഷ്ടനായിട്ട്, ആ തത്വമൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും അഗസ്ത്യൻ ഭഗവാനോടന്നെ ആ തത്വം പറഞ്ഞു, ഭഗവത് തത്വമല്ലേ, അതൊക്കെ കേട്ട് സന്തുഷ്ടനായിട്ട് അഗസ്ത്യന് കാട്ടിക്കൊടുത്ത പറഞ്ഞല്ലോ 2 യോജന അപ്പുറത്ത് പഞ്ചവടി ഉണ്ടെന്ന്, ആ അഗസ്ത്യന് പറഞ്ഞു കൊടുത്ത മാർഗത്തിൽ കൂടി അദ്ദേഹം യാത്ര ചെയ്തു. മീൻസ് പഞ്ചവടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ അധ്യായം, ഈ സർഗം കഴിഞ്ഞപ്പോഴേ ഇതോടെ ശ്രുത്വാ തദാഗസ്ത്യ സുഭാഷിതം വച സ്തോത്രം ച തത്വാർത്ഥ സമന്വിതം വിഭു മുനിം സമാഭാഷ്യ മുദാന്വിതോ യയൗ പ്രദർശിതം മാർഗമശേഷവിദ്ധരിഃ ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡേ തൃതീയ സർഗ. അപ്പോൾ ഇവിടെ തൃതീയ സർഗം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ അഗസ്ത്യൻ്റെ സ്തുതി വളരെ വിശേഷമാണ്. ഏതിൽ? ഈ എന്താ പറയുക, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോൾ ഇപ്പം പറഞ്ഞ തത്വങ്ങൾ തന്നെ നമുക്കൊന്നുകൂടി മനസ്സിലാവാനേ, ഞാൻ ആദ്യം തൊട്ട് വായിക്കില്ല, ഈ തത്വം തുടങ്ങണ അവിടെ വായിക്കാം കേട്ടോ. ഈ ലോക സൃഷ്ടിക്ക് മുമ്പ് അങ്ങ് ഉണ്ടായിരുന്നു, ലോകം സൃഷ്ടിച്ചിട്ടും പിന്നെ അങ്ങനെയാണ് സ്ഥിതിയൊക്കെ ചെയ്യണത്, പിന്നെ അത് കഴിഞ്ഞാലും അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ സൃഷ്ടിയൊക്കെ പറഞ്ഞ ആ ഭാഗം വായിക്കാം. ലോക സൃഷ്ടിക്കു മുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തി എന്നും പ്രകൃതി മഹാമായ, അല്ലേ, ഭഗവാന്റെ യോഗമായാണല്ലോ. നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു, മായോണ്ട് മറച്ചെടുക്കണം നമ്മുടെ ഉള്ള ഭഗവാനെ, തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. എന്നിട്ട് പിന്നെ ഈ തൻ്റെ 3 ഗുണം നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. മായ അങ്ങനെയാണ്, ഭഗവാനെ ഇങ്ങോട്ട് മറയ്ക്കും, എന്നിട്ട് മായയിലത്തെ ഈ 3 ഗുണങ്ങളെ കൊണ്ട് നമ്മളെ ബന്ധിക്കും. നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം മായേ, എന്തൊക്കെയാ? ദിവ്യമാമ അവ്യാകൃതം എന്നുപനിഷദ്വശാത്, ഉപനിഷത്ത് നിന്നെ അവ്യാകൃതം എന്ന് പറയുന്നു, അതായത് മായേ. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും, മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും, സംസാരം എന്നും പറയാൻ വേണമെങ്കിൽ മായ. വിദ്വാൻമാർ അവിദ്യ എന്നും, വിദ്വാൻമാരെ മായ അവിദ്യ എന്ന് പറയുന്നു വല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം, നിന്നാൽ സംക്ഷോഭ്യമാണ യാഗിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം 3 ചൊല്ലിയിടുന്നു. മഹത്തത്വവും അഹങ്കാരവും ഈ പ്രകൃതി മായേ. പിന്നെ ഈ അഹങ്കാരം 3 പിരിഞ്ഞു പറഞ്ഞില്ലേ, സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു 3 താമസാഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞുല്ലോ അല്ലേ, തന്മാത്രകളും പഞ്ചഭൂതങ്ങളും. ഇനി അതാണ് പറയണത്. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇതിന്ദ്രിയങ്ങളും, രാജസാങ്കരത്ന 10 ഇന്ദ്രിയങ്ങൾ, തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. എന്താണ്? അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും സാത്വിക അഹങ്കാരത്തിൽ നിന്നെന്ന് പറഞ്ഞു, അതാണത്.
സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായിതെന്നു കേൾക്കൂ. എന്നൊരു വിരാട് പുരുഷൻ, അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗ്യോനിജാതികൾ ബഹു സ്ഥാവര ജംഗമൗഖ പൂർണ്ണമായുണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനും ഉണ്ടായി വന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞുവല്ലോ. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ. അതാണ് ഗുണവാനെ പോലെ ഇരിക്കുകയാണ്. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യം അവിദ്യം വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ. വിദ്യ എന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. പറഞ്ഞില്ലേ നമ്മൾ നിവൃത്തിയും പ്രവൃത്തിയും. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. അതായത് പ്രവൃത്തി മാർഗത്തിലാണ് നമ്മളെപ്പോഴും. ഈ ഭൗതിക ഇതിലാണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല എന്ന്. നിവൃത്തി മാർഗത്തിൽ പോയാൽ കുറേ കാലം കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. ആകയാൽ ത്വൽഭക്തി സമ്പന്നരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. അതായത് ഭഗവത് വിമുഖന്മാർക്ക് സ്വപ്നത്തിനും കൂടി മോക്ഷമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. എന്താണ് എന്തിനെത്ര പറയണമെന്ന് പറഞ്ഞില്ലേ? അതന്നെ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ. പറഞ്ഞില്ലേ നമ്മൾ ആഗ്രഹമില്ലാത്തവരെ ഏഷണ അറ്റാച്ച്മെൻറ്റ് സദാ ഇല്ലാത്തവരെ സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. സജ്ജനങ്ങളുടെ സംസർഗം ഉണ്ടാകുമ്പോൾ ഭഗവത് കഥാശ്രവണത്തിൽ ആഗ്രഹം ഉണ്ടാവും. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നീതെല്ലാം ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമ വായ്പും
രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി. ക്രതുക്കള എൻ്റെ യാഗത്തിൻ്റെ ഒക്കെ ഫലം ഇന്ന് കിട്ടിയെന്ന്. ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭാ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുധേ. നമുക്കിതന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. നോക്കൂ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാനിധേ അല്ലെങ്കിൽ ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ, ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം, ബാണതൂണീരത്തോടും കൊടുത്തു ഖൽഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. അപ്പോൾ നമ്മളിപ്പോൾ നിർത്തിയോടെ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, അഗസ്ത്യസ്തുതി കഴിഞ്ഞു, ശ്രീരാമൻ പഞ്ചവടിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ഇനി ജടായുവിനെ കാണുന്നതും ഒക്കെ വരും. ഇനി പതുക്കെ പതുക്കെ എല്ലാം നമ്മളെ പഞ്ചവടിയിലേക്ക് പോണതും എല്ലാം നല്ല, ഇനി നമുക്ക് എല്ലാം അറിയണ കഥയാണ് എങ്കിലും നമുക്ക് ആ ഭഗവാന്റെ കഥയായതുകൊണ്ടൊരു രസമാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.